സച്ചി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായി. അർച്ചന സച്ചി ഓർക്കുന്നില്ലെന്ന് അയാൾക്കറിയാം. പക്ഷെ സച്ചിയുടെ ശ്വാസത്തിന്റെ ഓരോ അണുവിലും അർച്ചനയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാർ. മറ്റൊരാൾ നമ്മളെ ഓർക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മുടെ ഹൃദയം അവരെ മറക്കാൻ തയ്യാറല്ലെന്ന് ആവർത്തിച്ച് നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടി നമ്മളോട് കലഹിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ 10 വർഷം സച്ചിയുടെ കൂടെ അർച്ചന ഇല്ലായിരുന്നു. പക്ഷേ ഈ 10 വർഷവും സച്ചി അവളെക്കുറിച്ച് മാത്രമേ ഓർത്തിട്ടുള്ളൂ. അവള് തന്നെ ഓർക്കുന്നില്ലെന്ന് ഓർക്കുമ്പോ പോലും സച്ചിക്ക് വേദനയാ. അപ്പൊ പിന്നെ സച്ചി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും സർ? ഈ കളി എവിടെ ചെന്ന് അവസാനിക്കും സർ? അവിടെ തെളിവുകൾ നിർത്തി നമ്മൾ ന്യായത്തിനു വേണ്ടി വാദിക്കും, നീതിക്ക് വേണ്ടി പോരാടും, ഘോരം പ്രസംഗിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അതുപോലെ പ്രശ്നം വരുമ്പോ എന്താണോ നമ്മളിങ്ങനെ സ്വാർത്ഥരായി പോകുന്നത്? അത് നമ്മളൊക്കെ മനുഷ്യരായി പോകണ്ട സർ. എനിക്കൊരു കാര്യം മാത്രമേ സാറിനോട് പറയാനുള്ളൂ. റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സാർ പറഞ്ഞതുപോലെ തെളിവുകളും സാക്ഷികളും ഒക്കെ നിരത്തി വെച്ച് കോടതിയിൽ വാദിച്ചിട്ടും ചില വിധികൾ നമുക്ക് എതിരാവുന്നില്ലേ? ആ വിധി അംഗീകരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഈ വിധിയെയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിച്ചേ പറ്റൂ, അതെനിക്കറിയാം. പക്ഷേ അതെങ്ങനെയാണോ? ആ ചോദ്യത്തിനാ ഉത്തരവില്ലാത്തത്. അതിനുള്ള ഉത്തരം കിട്ടും വരെ ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും സച്ചിയുടെ കേസ് കഴിഞ്ഞ് ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് അയാളോടൊന്നും പറ. ഈ സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. ആ സേതുമാധവൻ സാറ് മരിച്ചതിൽ പിന്നെയാ ഇവരെല്ലാം ഇത്ര കഷ്ടത്തിലായിപ്പോയി. ഇപ്പൊ കണ്ടില്ലേ, വല്ലവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. എന്താണ് ഇതൊക്കെ? സ്റ്റഡി ടേബിൾ എല്ലാം ഒതുക്കിയപ്പോ അവിടെ ഇവിടെയും ചിതറിക്കിടന്ന കുറച്ച് കടലാസുകളാ. അവിടെ കാർഡ്ബോർഡിൽ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതൊക്കെ എടുത്ത് കളഞ്ഞോ? അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. മോളുടെ അമ്മ ഒരു വക്കീലിന്റെ ഭാര്യയല്ലേ? എല്ലാ തെളിവുകളും കൃത്യമായി പരിശോധിച്ചിട്ട് എന്തും ചെയ്യും. പഴയ പുസ്തകങ്ങൾ മാറുന്നതിന് പോലും മോളുടെ അമ്മയ്ക്ക് ഓരോ രീതികളുണ്ട്, അല്ലേടോ? ഉറക്കം വരാത്തോണ്ട് വെറുതെ ഓരോന്നും ചെയ്തോന്ന് മാത്രം. ശരി, എന്നാ പിന്നെ കിടന്നു. ഗുഡ് നൈറ്റ് മോളെ. വേഗം കയറി കിടന്നു, നാളെ സ്കൂളിൽ പോകണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ഈ സച്ചിയുടെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല. 8-10 കൊല്ലം മുമ്പ് എന്നോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണ് അവന്റെ ഭാഗ്യമായിരുന്നു. അവള് പോയ പിന്നെ അവനെല്ലാം നഷ്ടപ്പെട്ടത്. നെല്ലിശ്ശേരിയുടെ ഐശ്വര്യം പോലും. പക്ഷെ ഈ ഐശ്വര്യത്തിന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ രേഖകൾ ആരതി വക്കീലിന് കിട്ടിയ അതോടെ എന്റെ കുടുംബത്തിന്റെ ശാപം അവസാനിക്കും. നിങ്ങൾ പിന്നെയും കള്ളൂടി തുടങ്ങിയോ? കള്ളുടിച്ച എന്താടി കുഴപ്പം? എന്താടി കുഴപ്പമെന്ന്? നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. വെട്ടും കുത്തും കൊണ്ട് ഈ മുറിയിൽ കിടന്ന് പട്ടിയെ പോലെ എഴിഞ്ഞപ്പോ ഈ വീര്യൊന്നും ഉണ്ടായിരുന്നല്ലോ. തർക്കുത്തരം പറയുന്നോടി.
അതേടി, വെട്ടും കുത്തേറ്റ് പട്ടിയെ പോലെ ഞാൻ ഈ മുറി കിടന്ന് എഴഞ്ഞപ്പം നീ എന്നോട് ചെയ്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനതൊക്കെ മറക്കുമെന്ന് നീ കരുതിയ? ഇത്രയും നാളെ എന്നെ കിടത്തിയ എല്ലാം അതിന്റെ ഫലം അനുഭവിക്കാൻ പോവേ. ഒന്നിനെ 10 ഇരട്ടിയേറ്റ് എല്ലാത്തിനും ഞാൻ തിരിച്ചടിക്കും. എനക്കെന്നെ പരമ പുച്ഛായിരുന്നല്ലോ. എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന എന്നോട് നീ എന്തൊക്കെയാ ചെയ്യാന്ന് നിനക്ക് ഓർമ്മയുണ്ട? ചേച്ചി എന്താ ഫോൺ നോക്കി ഇവിടെ ഇരിക്കുന്നത്? അകത്തേക്ക് ചെല്ലേ. ഓ എനിക്കങ്ങ് വയ്യ അവിടെ പോയിരിക്കാൻ. അതിനകത്ത് മുഴുവൻ മരുന്നിന്റെ മണോ, എനിക്ക് ഛർദ്ദിക്കാൻ വരും. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിനക്കുള്ള തല്ല് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നടയടിയാ. ഇനി പറ എന്നുള്ള അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കണ്ടോടി. മര്യാദക്ക് ഷൂസ് അഴിയടി. നീ അഴിക്കേ. ആ അഴിക്കടി. ഭക്ഷണം എടുത്ത് വെച്ചാടി. ഇല്ല, അത് ഞാൻ ഈ പ്രത്യേകം പറയണോ? ഞാനിപ്പോ എടുത്തു വെക്കാം. അവിടെ നിൽക്കടി. എന്റെ എല്ലാ കാര്യങ്ങളും ഇനി നീ കണ്ടറിഞ്ഞ് ചെയ്തോണം. അല്ലെങ്കിൽ ഇതുപോലെ നീ കൊണ്ടറിയും. മനസ്സിലായിടി? മനസ്സിലായി. ആ പോ.